നമസ്കാരം. ഒരു കാലത്ത് വിദേശീയരായിട്ടുള്ളവരുടെ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾക്ക് വിധേയരായിട്ടുള്ള ഒരു വിഭാഗമാണ് നമ്മൾ. അവരുടെ വിലയിരുത്തലുകളിൽ നമ്മൾ എന്നും ബ്ലഡി ഇന്ത്യൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി. നമ്മുടെ പലതും അവർ ഇന്ന് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരത്തെ അവർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മളവർ ഇപ്പോൾ വിലയിരുത്തുന്നതും കാണുന്നതും ഒക്കെ. വളരെ മതിപ്പോടുകൂടെ ഇന്ന് നമ്മളവർ കാണുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ ഭക്ഷണ സംസ്കാരം തന്നെയാണ്. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ. സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴും രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണ്. നോർത്ത് ഇന്ത്യയിലെ ഭക്ഷണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർ കാലഗതിക്ക് അനുസരിച്ചിട്ടുള്ള ഭക്ഷണ രീതികളാണ് ഫോളോ ചെയ്യുന്നത്. അതായത് വർഷക്കാലത്ത് കഴിക്കുന്ന ആഹാരമല്ല അവർ ശീതക്കാലത്ത് കഴിക്കുന്നത്, ശീതക്കാലത്ത് കഴിക്കുന്ന ആഹാരമല്ല ഉഷ്ണക്കാലത്ത് അവർ കഴിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ഭക്ഷണ രീതികൾ. അതായത് സൗത്ത് ഇന്ത്യൻ ഭക്ഷണ രീതികൾ. അത് കാലഭേദങ്ങൾക്ക് അതീതമാണ് നമ്മുടെ ഭക്ഷണ രീതികൾ. ഏത് കാലത്തും അനുയോജ്യമായി കഴിക്കാവുന്ന ഒരു ഭക്ഷണ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് അതിൽ പ്രോട്ടീനുണ്ട്, അന്നജമുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട എല്ലാം അടങ്ങിയ സമീകൃത ആഹാരത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ആയുർവേദത്തിൽ തന്നെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഭക്ഷണ രീതികൾ ഷഡ്രസങ്ങളെ ആസ്പദമാക്കിയാണ്. എന്താണ് ഷഡ്രസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാദാമ്ല ലവണ തിക്തോഷ്ണ കഷായ എന്നാണ്. സ്വാദ്, അമ്ളം, ലവണം, തിക്തം, ഉഷ്ണം, പിന്നെ ഒരു രസം കൂടി അവർ ചേർത്തിട്ടുണ്ട്, കഷായ രസം എന്നാണ്. എന്താണ് സ്വാദ്? മധുരം. സ്വാദ് എന്ന് വെച്ചാൽ മധുരം, അമ്ളം എന്ന് വെച്ചാൽ പുളി, ഉഷ്ണം എന്ന് വെച്ചാൽ എരിവ്, സ്വാദാമ്ല ലവണ തിക്തം എന്ന് വെച്ചാൽ ഒരു ചവർപ്പ്, കശപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉഷ്ണം, സ്വാദാമ്ല ലവണ തിക്തോഷ്ണ കഷായം. അപ്പോൾ ഇത്രയും ഇത്യാദികൾ ചേർന്നാണ് നമ്മുടെ ഭക്ഷണ രീതികളിൽ ഉള്ളത്, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണ സംസ്കാരത്തെയാണ് ഇന്നിപ്പോൾ വിദേശികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. ആ ഭക്ഷണ രീതികൾ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നും ഒക്കെ നമുക്ക് സ്ഥിരീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ മരുമകനായി ജർമ്മനിയിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു വ്യക്തി കഴിക്കുന്നത് കണ്ടോളൂ. ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ ചോറ്, ചക്കക്കറി, പപ്പടം, മുളക് കൊണ്ടാട്ട and അച്ചം. ജർമ്മൻകാരൻ്റെ മലയാളം കേട്ടോ, എന്ത് രസമാണല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ മരുമകളായിട്ട് എത്തിയിട്ടുള്ള സോയക്കുട്ടി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടോളൂ. കറി ഇത് ബീൻസ് തോരൻ, ഇത് ബീറ്റ്റൂട്ട് പച്ചടി, മത്തങ്ങ കറി, കൂട്ടുകറി, കായ, പിന്നെ ഇത് ഇഞ്ചിപ്പുളി അച്ചാർ, പിന്നെ കായ വറുത്തത്ത, പാപ്പളം, സാമ്പാർ, ചോറ്, പിന്നെ അവിലെങ്കിലും ഉള്ളത്. അവിൽ കണ്ടില്ലല്ലോ, അവിൽ ഞാൻ കേട്ടല്ലോ. നേപ്പാളി കുട്ടിയുടെ മലയാളം, അതും എന്ത് രസമാണ് അല്ലേ. പാലട പൈസ. എല്ലാവരും നല്ല രുചിയോട് കൂടെ തന്നെയാണ് നമ്മുടെ സദ്യ ആസ്വദിച്ച് കഴിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇതാ മറ്റു വിദേശികളും നമ്മുടെ ഭക്ഷണം തേടിയെത്തിയിട്ടുണ്ട്. അതാ കണ്ടോളൂ, വരിയായിട്ട് കണ്ടോളൂ. Can you try sadhya and give them a lime pickle? Oh, very sour. Mango pickle. Hey, Jerry. Is it? അതെ വെള്ളരിക്ക തന്നെ. Oh, very new. Marshmallow cream. Oh, it's very sweet. So delicious. You know how much I love sweetness. Oh. പ്ലാവില പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി. എത്ര ആസ്വദിച്ചിട്ടാണല്ലേ സായിപ്പ് നമ്മുടെ ഈ സദ്യ ഉണ്ടെന്നത്. സായിപ്പ് നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നു നമ്മുടെ സദ്യ. ഈ സായിപ്പിന് നമ്മുടെ പുട്ടും കടലാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. So, this is a steamed rice cake with rice that's just made over here, brown rice, red rice, with coconut and this bean protein mix here. എന്താലേ പുട്ടിനെ കുറിച്ചുള്ള സായിപ്പിന്റെ വിവരണം മനോഹരം. Make something that you can put it into your mouth with. Here we go. Cheers. അതാണ് നമ്മുടെ ഭക്ഷണം.